ഹലോ ഓൾ, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്നൊരു കുഞ്ഞി ഫുഡ് വ്ളോഗ് ആയാലോ. ഒരു ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മോനും കൂടി കൂടുന്നുണ്ട്. അവനിക്ക് ഒരു പനിയൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അവനും ചെറുതായിട്ടൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് രണ്ടാമത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. പിന്നെ എനിക്ക് കരിമീൻ കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കുറേ വീഡിയോസ്, അതായത് യൂട്യൂബിലെ തന്നെ വീഡിയോസും ഞാൻ കണ്ടിട്ട് അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ടാക്കാൻ അറിയണം എന്നില്ലല്ലോ. ഞാൻ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് കുക്കിംഗ് ചെയ്തു തുടങ്ങിയത്. പിന്നെ അതിൻ്റെ കൂടെ മദറും എൻ്റെ മദറിൻലോയും ഒക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ടച്ചും കൂടി ഞാൻ കൊടുക്കും. അപ്പോഴാണത് എൻ്റെ കറിയായിട്ട് എനിക്ക് തോന്നാം. ഫിഷ് മോളിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് പച്ചമുളക് ഞാൻ ഒന്ന് സൈഡായിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ വട്ടത്തിനും, ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയും നീളത്തിനൊക്കെ ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 കരിമീൻ 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. കരിമീനിലേക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഒരു കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ സോൾട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു മൂടിയിലാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു കുഞ്ഞു മൂടിയിൽ ഒരു മൂടി വിനാഗിരി ഒഴിക്കുന്നുണ്ട്. മസാല നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ട പൊടികൾ എടുത്ത് വയ്ക്കാം കേട്ടോ. ഗരം മസാല ആദ്യം തന്നെ എടുക്കണ്ടേ. ഗരം മസാല ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട്. കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ, ഉപ്പ് ഒരു ടീസ്പൂൺ എടുക്കാം. കറിക്ക് വേണ്ട ഉപ്പ്. ഓക്കെ. പിന്നെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആണ് എടുക്കുന്നത്. ടീസ്പൂൺ ആണ് കേട്ടോ, ഞാൻ എടുക്കുന്നത്. കുറച്ച് പൊടികൾ മതി. പിന്നെ മഞ്ഞൾപ്പൊടി അതെ, ഒരു 1/2 ടീസ്പൂൺ. എല്ലാം ഒരു 1/2 ടീസ്പൂൺ അളവിലാണ്. ഉപ്പും ഗരം മസാലയും ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം 1/2 ടീസ്പൂൺ ആണ്. പിന്നെ നമ്മുടെ മീൻ നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കുറച്ച്. മോനാണേ. ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. ഞങ്ങൾ വില്ലയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അറ്റത്തെ വില്ല ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഞാൻ മീൻ തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് അപ്പം തന്നെ എടുക്കാം കേട്ടോ. ഇനി കറിയിലേക്ക് വേണ്ട സാധനങ്ങളെ കുറച്ച് മസാലകൾ എടുത്തു വയ്ക്കുന്നുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, കുരുമുളക് ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം 2 പീസ് വെച്ചൊക്കെ എടുക്കുന്നുള്ളൂ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞത് ഫസ്റ്റ് ഇടുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു കൊണ്ട ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം, പച്ചമണം ഒന്ന് മാറട്ടെ. അതിലേക്ക് പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സവാളയും കൂടി ഇടണം കേട്ടോ. നമ്മൾ ആ ഫിഷ് പൊരിച്ച അതേ വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മളുടെ എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച നമ്മളുടെ തേങ്ങാപ്പാൽ, കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഇതൊന്ന് വേവണം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ജസ്റ്റ് ഇട്ട് അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. പിന്നെ ഇത് ഞാൻ എൻ്റെ ഫ്രീസറിൽ വെച്ചേക്കുന്ന വേപ്പിലയാണ് കേട്ടോ. ഏകദേശം 1.5-2 മാസത്തോളമായിട്ട് ഇരിക്കുന്ന വേപ്പിലയാണ് കേട്ടോ. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വെട്ടിത്തിളക്കട്ടെ. വെട്ടിത്തിളയ്ക്കുമ്പോൾ നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഒരുപാട് സ്പൂൺ ഇട്ട് ഇളക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വട്ടം ചുറ്റിച്ചെടുത്താൽ മതിയേ. അതിനുശേഷം നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി മൂടി തുറന്നതിന് ശേഷം ഒഴിച്ച് നമുക്ക് കറി ഓഫ് ചെയ്യാം. നമ്മളുടെ ഫിഷ് മോളി ഇത്രയേ ഉള്ളൂ. ഒരു
എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് കറി റെഡിയാക്കാം കേട്ടോ. ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറ് ഓവനിലാണ് ഉണ്ടാക്കിയത്. ഓവൻ നെയ്ച്ചോറാണ് കേട്ടോ. ഓക്കെ, ബൈ.